അവള് മുകുന്ദനും രാഘവ മാഷിനെ ഹോസ്പിറ്റലിൽ പോയി കണ്ട് സ്ഥലത്തിന്റെ വിഷയം സ്വന്തം വഴിക്ക് തീർപ്പാക്കി കൊടുക്കാന്ന് വാക്കു കൊടുത്തിട്ടുണ്ട്. മഹിമ ഈ വിഷയത്തിൽ ഇടപെട്ട എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അവള് ഗോപാലിനെ നാണം കെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളോട് ആവശ്യമില്ലാത്ത ഒന്നിനും പോരുതെന്ന് പറ. അല്ലെങ്കിലേ അവള് ഗോപാൽജിയുടെ കണ്ണിലെ കരട. പ്രശ്നം കൂടുതൽ വഷളാക്കാൻ നിൽക്കണ്ട. ഞാൻ ഗോപാൽജിയെ കണ്ട് സംസാരിച്ച് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കൊള്ളാം. ഗൗരിയമ്മയോ മുകുന്ദനോ ഇവിടെ ഉണ്ടോ? ഇല്ല, അവര് പുറത്താ. നീ എന്തിനാ ഇവിടെ വെച്ച് കാണണമെന്ന് വാശി പിടിച്ചത്? ഗോപാൽജിയോ ശാലിനിയോ ഞാൻ നിന്നെ കാണാൻ വരുന്നത് കണ്ട ആകെ പ്രശ്നമാവും. അല്ലെങ്കിലേ ആ ശാലിനിക്ക് നിന്നെ സഹായിക്കുന്നത് ഞാനാണോന്ന് സംശയമുണ്ട്. തൽക്കാലം ഗിരിയേട്ടന്റെ നേരെ ശ്രദ്ധ തിരിച്ചു വിട്ടിട്ടാ ഞാൻ രക്ഷപ്പെട്ടത്. സ്വന്തം ചേട്ടനെ കുടുക്കിയിട്ടാണെങ്കിലും രക്ഷപ്പെടാനുള്ള നിന്റെ മനസ്സുണ്ടല്ലോ, സമ്മതിക്കണം. ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു പെണ്ണുങ്ങളെ കൊടുക്കരുതെന്ന എന്റെ പ്രാർത്ഥന. വെറുതെ കളിയാക്കാനാണോ നീ എന്നെ വിളിച്ചത്? അല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാ. ഗോപാലൻ അയാളുടെ പുതിയ പ്രോപ്പർട്ടി പണിയുന്ന സ്ഥലത്തിനു വേണ്ടി കുറെ പാവങ്ങളുടെ സ്ഥലം കയ്യേറിയിട്ടുണ്ട്. ആ പാവങ്ങൾക്ക് അവരുടെ സ്ഥലം തിരിച്ചേൽപ്പിക്കാൻ എനിക്ക് നിന്റെ സഹായം വേണം. ശരി, ചെയ്യാതെ വേറെ വഴിയില്ലല്ലോ. എനിക്ക് എന്തൊക്കെ വിവരങ്ങൾ വേണമെന്ന് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫയലുകൾ വീട്ടിൽ വെച്ച് കാണുകയാണെങ്കിൽ ഫോട്ടോ എടുത്ത് എനിക്ക് അപ്പൊ തന്നെ അയക്കണം. എന്നാ ഞാൻ പോട്ടെ. വക്കീല് നേരത്തെ വന്നല്ലോ. അതുകൊണ്ടാണല്ലോ ഇവളീ വീട്ടിൽ കയറിയത് ഞാൻ അറിഞ്ഞത്. അവളീ വീട്ടിലൊന്ന് കയറിയെന്ന് വെച്ച എന്താ വക്കീലെ? അതെ, എനിക്കത് ഇഷ്ടമല്ല മഹിമേ. അവളെ പോലത്തെ ഒരു വിഷമേ ഈ ലോകത്ത് വേറെ കാണില്ല. അവൾ എവിടെ കാലെടുത്ത് വെച്ചാലും ആ സ്ഥലം നശിക്കും. ഈ വീടിന്റെ പരിസരത്തോലും വരുത്താൻ പാടില്ലാത്ത ഒരാളെയാ താൻ വീട്ടിൽ വിളിച്ചു കയറ്റിയത്. അവൾ എത്ര വലിയ പ്രശ്നക്കാരിയാണെന്ന് എന്നേക്കാൾ നന്നായി ആർക്കും അറിയില്ലല്ലോ. അവളെ ഞാൻ എന്റെ ആവശ്യത്തിന് ഉപയോഗിക്കാം വക്കീലെ. താനേ എത്ര വലിയ അപകടം കൊണ്ടാ കളിക്കുന്നതെന്ന് തനിക്കറിയില്ല. സ്വപ്നയെ താൻ വിചാരിക്കുന്ന പോലെ കൈകാര്യം ചെയ്യാനൊന്നും പറ്റില്ല. അവള് എപ്പോഴാണ് നിന്നെ തിരിഞ്ഞു കൊത്തുകയെന്ന് പറയാൻ പറ്റില്ല. രാഘവ മാഷിന്റെ വിഷയത്തിൽ ഒരു സഹായത്തിന് വേണ്ടിയാ ഞാൻ അവളെ വിളിച്ചു വരുത്തിയത്. അത് ഇത്ര വലിയ തെറ്റാണോ? അദ്ദേഹത്തിന് ആ സ്ഥലം തിരിച്ചു കിട്ടുമ്പോ ഉണ്ടാവുന്ന സന്തോഷത്തെക്കുറിച്ച് വക്കീലൊന്ന് ആലോചിച്ചു നോക്കിയേ. രാഘവ മാഷിനെ സഹായിക്കാൻ വേണ്ടി അവളെ പോലുള്ളവരെ അടുപ്പിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലതെന്നേ ഞാൻ പറയൂ. എന്തിന് രാഘവ മാഷ് പോലും അങ്ങനെ പറയൂ. കാരണേ സ്വപ്നയെ കൊണ്ടുണ്ടാവാൻ പോകുന്ന ദോഷം അത്രമാത്രമാ. അവളെ ഒരിക്കലും കൂടെ കൂട്ടരുത് മഹിമേ. അങ്ങനെ സംഭവിച്ചാൽ നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. മഹിമേ, ഗോപാൽജി. ഭാവനെ, ഇരിക്കടാ. വേണ്ട ഗോപാൽജി. എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ ഇങ്ങനെ നീ ഇങ്ങോട്ട് വരില്ലെന്ന് എനിക്കറിയാം. എന്താ കാര്യം? അത് പിന്നെ ഗോപാൽജി, നീ എന്തിനാടാ പറയാൻ പഠിക്കുന്നേ? വേറെ ആരോടല്ലോ, എന്നോടല്ലേ? ധൈര്യമായിട്ട് പറ. ഗോപാൽജി പുതുതായിട്ട് പണിയാൻ പോകുന്ന റിസോർട്ടിന്റെ പ്ലാൻ ഞാൻ നോക്കിയിരുന്നു. ആ സ്ഥലത്തിന് വാട്ടർ ഫ്രണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കുറെ ആളുകളുടെ സ്ഥലം കൈയേറിയിട്ടുണ്ട്. ഉണ്ട്. കുറെ പാവങ്ങൾ സ്വരുക്കൂട്ടി വെച്ച കാശ് കൊണ്ട് വാങ്ങിയ സ്ഥലങ്ങൾ അതൊക്കെ.
കമ്പനിയുടെ ലാഭത്തിന് വേണ്ടി അവരെല്ലാം ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ ഗോപാൽജി? മോനെ, എല്ലാരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് കച്ചവടം നടത്താൻ പറ്റൂല. ചിലപ്പോ ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വരുമ്പോ നേരായ വഴിക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റിയെന്ന് വരൂല. പിന്നെ നമ്മള് സ്ഥലത്തിന്റെ ഉടമസ്ഥരെ പറ്റിക്കാനൊന്നും നോക്കിയിട്ടില്ല. അവര് ആ സ്ഥലം വാങ്ങിയ വിലയ്ക്ക് അവരിൽ നിന്ന് തിരിച്ചു വാങ്ങാന്ന് ഞാൻ അവരോട് പറഞ്ഞു. 10-15 വർഷം മുമ്പ് വാങ്ങിയ അതേ വിലയ്ക്ക് ഇപ്പൊ ആ സ്ഥലം വാങ്ങുന്നത് ന്യായമാണോ ഗോപാൽജി? അവര് സമ്മതിച്ച വിലയ്ക്ക് തന്നെയാ സ്ഥലം ഞാൻ വാങ്ങിച്ചത്. അവരെ കൊണ്ട് ആ തുകയ്ക്ക് സമ്മതിപ്പിച്ചത് എന്റെ കഴിവ്. അവരെ കൊണ്ട് ഗോപാൽജി എങ്ങനെ സമ്മതിപ്പിച്ചു എന്നൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോ മനസ്സിലായി. ഭീഷണിക്കും തല്ലിനും ഒക്കെ വഴങ്ങിയിട്ട് പലരും സ്ഥലം വിറ്റത്. ഇങ്ങനെയുള്ള വഴികളിലൂടെ ഉണ്ടാക്കുന്ന കാശ് നമുക്ക് വേണോ ഗോപാൽജി? ആ കാശ് ശപിക്കപ്പെട്ടതായിരിക്കും. കാശ് കാശാ മോനെ. അതിൽ ശപിക്കപ്പെട്ടതും അനുഗ്രഹിക്കപ്പെട്ടതും ഒന്നുമില്ല. സ്ഥലം വിറ്റവരുടെ ആധാരവും ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോ. പിന്നെ എന്ത് കാര്യത്തിനാ അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ? ശരി, സ്ഥലം വിറ്റവരെ പറ്റി സംസാരിക്കുന്നില്ല. അല്ലാതെ ഗോപാൽജി കയ്യേറി ഉപയോഗിക്കുന്ന ആളുകളുടെ സ്ഥലവും. നീ ആരുടെ കാര്യമായി പറയുന്നേ? രാഘവ് മാഷിന്റെ. അദ്ദേഹത്തിന്റെ സ്ഥലം ഗോപാൽജി കയ്യേറിയതാണെന്ന് വ്യക്തമായ തെളിവുണ്ട്. അതിനെക്കുറിച്ച് പരാതി നൽകിയ ആ പാവത്തിന് ഗോപാൽജി തല്ലുകയും ചെയ്തു. ഇതൊക്കെ ദൈവത്തിന് നിരക്കാത്ത പണിയാ ഗോപാൽജി. രാഘവ് മാഷിനെ പോലെ കുറെ പേരുടെ സ്ഥലം ഗോപാൽജി കയ്യേറിയിട്ടുണ്ട്. അവര് കുറച്ചായിട്ട് സ്വരുക്കൂട്ടി വെച്ച കാശുകൊണ്ട് വാങ്ങിയ സ്ഥലം അതൊക്കെ. അത് തട്ടിയെടുക്കുന്നത് ശരിയല്ല ഗോപാൽജി. കച്ചവടം ചെയ്യാൻ ഇറങ്ങുമ്പോ ഇങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഒക്കെ മാറ്റി വെക്കണം മോനെ. എങ്കിലേ ലാഭം ഉണ്ടാക്കാൻ പറ്റൂ. വർഷങ്ങളായിട്ട് ഞാൻ കച്ചവടം ചെയ്യുന്നതല്ലേ. അതെങ്ങനെ ചെയ്യണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്നാ ശരി ഗോപാൽജി, ഞാൻ പോട്ടെ. ഗിരി, നീ രാഘവ് മാഷ്ട വിഷയത്തിൽ ഇടപെടാൻ കാരണം മഞ്ജു ആണ്. നിയമത്തിന്റെ വഴിക്കൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോ അവള് നീ വഴി ഒന്ന് ശ്രമിച്ചതായിരിക്കും അല്ലേ? ഗോപാൽജിയോട് സംസാരിക്കാന്ന് പറഞ്ഞാൽ ഞാനാ. രാഘവ് മാഷിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാനിത് ചെയ്തത് മഞ്ജുവിനെ മനസ്സിൽ കണ്ടിട്ടല്ല, മഹിമയെ കണ്ടിട്ട്. മാഷിനെ സഹായിക്കാന്ന് മഹിമ ഏറ്റിട്ടുണ്ട്. അവൾ എന്ത് ചെയ്തും രാഘവ് മാഷിന് ആ സ്ഥലം തിരിച്ചേൽപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്.